കാടിറങ്ങുന്ന വന്യജീവികൾക്കും നാണംകെട്ട ഭരണകൂടത്തിനുമിടയിൽ ആർത്തനാദം പോലെ പായുകയാണ് കേരളത്തിലെ നരജീവിതം. വീണ്ടും ഒരു മനുഷ്യജീവനിത ദാരുണമായി പിടഞ്ഞു തീർന്നിരിക്കുന്നു. പറയാതെ വയ്യ, ഇവിടെ മനുഷ്യർക്ക് ജോലി ചെയ്ത് കൃഷി ചെയ്ത് അന്തസ്സോടെ ജീവിക്കണം, അന്തസ്സോടെ മരിക്കുകയും വേണം. അല്ലാതെ കടുവയും പുലിയും കടിച്ചു വലിച്ചും ആനയുടെ ചവിട്ടേറ്റും ശരീരം ചതഞ്ഞരഞ്ഞും മരിക്കേണ്ടവരല്ല ആരും. കാട്ടുപന്നി കുത്തിമറിച്ചിട്ട് പിടയേണ്ടവരുമല്ല. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ട ഒരു ഭരണകൂടം ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്, അതിലൊരു വനം മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ വനം വകുപ്പുണ്ട്, അതുക്കും മേലെ കേന്ദ്ര ഭരണമുണ്ട്, കേന്ദ്ര നിയമങ്ങളുമുണ്ട്, അവിടെയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമുണ്ട്. മരിച്ചു വീഴുന്ന മനുഷ്യരുടെ നിലവിളി ഇവരെ ആരെയും അസ്വസ്ഥരാക്കുന്നില്ല. അവരുടെ എല്ലാം മണിമന്ദിരങ്ങൾക്ക് ചുറ്റും ശക്തമായ ബന്ധസുണ്ട്. കടുവയും ആനയും പോയിട്ട് ഈച്ച പോലും കടക്കില്ല. പിന്നെ അവരെന്തിനു വേവലാതിപ്പെടണം? ഇന്ന വർഷങ്ങളിൽ ഇത്ര പേർ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരിച്ചെന്നും ഇത്ര പേർക്ക് പരിക്കേറ്റെന്നും ഇത്ര ഏക്കർ കൃഷിയിടം നശിച്ചെന്നുമൊക്കെയുള്ള കണക്കുകൾ ദീപികയും മറ്റുള്ളവരും പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. എത്ര കണക്കുകൾ വേണമെങ്കിലും ഇനിയും നിരത്താം, എത്ര നിലവിളികൾ വേണമെങ്കിലും പെറുക്കിക്കൂട്ടി ഭരണാധികാരികൾക്ക് മുന്നിൽ ചൊരിയാം. അതുകൊണ്ട് എന്ത് കാര്യം? കഴിഞ്ഞ ദിവസം വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്ന കാര്യം പറയുമ്പോൾ ആ സ്വരത്തിലെ പുച്ഛവും പരിഹാസവും നമ്മളെ പൊള്ളിച്ചതാണ്. വന്യമൃഗ ആക്രമണങ്ങൾ സർക്കാർ കുറച്ചുകൊണ്ടുവന്നു എന്ന അവകാശവാദം കേട്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ വശം കെട്ടതാണ്. വനത്തിനുള്ളിൽ കയറി കാട്ടുമൃഗങ്ങളെ ഇളക്കിവിടുന്ന രാഷ്ട്രീയ സംഘടനകളെക്കുറിച്ചുള്ള അറിവിന്റെ ആഴം കണ്ട് അന്തം വിട്ടതാണ്. ഇതൊക്കെ എഴുന്നള്ളിക്കാൻ മന്ത്രിക്ക് നാണമില്ലെങ്കിലും കേൾക്കുന്ന ജനത്തിന്, ഇരകളായ പാവം മനുഷ്യർക്ക്, കർഷകർക്ക്, ആദിവാസികൾക്ക് നാണമുണ്ട്. കാരണം അവർ പണിയെടുത്ത് അന്തസ്സോടെ ജീവിക്കാൻ ശീലിച്ചവരാണ്. അന്തസ്സില്ലാത്ത ന്യായീകരണങ്ങളിലൂടെ തരം താഴ്ന്ന രാഷ്ട്രീയ കളിക്കൊന്നും അവർക്ക് നേരമില്ല. കാര്യങ്ങൾ പഠിക്കാൻ മുട്ടിന് വിദേശത്തേക്ക് പറക്കുന്നവർ ഇക്കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ മെനക്കെടാറില്ല. വിവരമുള്ളവർ പറയുന്നത് ചെവിക്കൊള്ളാറുമില്ല. പെറ്റുപെരുകി കാട് തികയാതെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വേട്ടയാടാനും തിന്നാനും അവിടെ ജനങ്ങൾക്ക് അധികാരം നൽകും. അങ്ങനെയാണ് മൃഗബാഹുല്യം നിയന്ത്രിക്കുന്നത്, പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുന്നത്. ഇന്ത്യയിലാകട്ടെ 1971 പാസാക്കിയ പഴഞ്ചൻ വനനിയമത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. കടുവ 100 പേരെ കൊന്നാലും കടുവയെ കൊല്ലാൻ നോക്കുമ്പോൾ 100 മർമ്മങ്ങളാണ്, ഒന്നിലും തൊടാൻ വയ്യ. എല്ലാ നിയമങ്ങളും കാലാനുസൃതം പരിഷ്കരിക്കേണ്ടതാണെന്ന പ്രാഥമിക വിവരം പോലുമില്ലാത്ത ഭരണാധികാരികളെ സഹിക്കേണ്ട ഗതികേടിലാണ് നാം. സ്വന്തം ആനുകൂല്യങ്ങൾ ഉയർത്താൻ മാത്രം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ജനാധിപത്യം. വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കാനാണ് വനം വകുപ്പ്, ശരി തന്നെ. എന്നാൽ വനത്തിലുള്ള മൃഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്താനും അവ നാട്ടിലിറങ്ങിയ ആളുകളെ കൊല്ലുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും അവർക്ക് ബാധ്യതയുണ്ട്. കഷ്ടപ്പെട്ട് ചെയ്യുന്ന കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെങ്ങാൻ കൊല്ലാനിടയായാൽ വൻ ഓപ്പറേഷനിലൂടെ അവരെ പിടികൂടി ഞെളിഞ്ഞു നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരെ നിലക്കി നിർത്താൻ അറിയാത്ത മന്ത്രിയുമുള്ള നാട്ടിൽ ഇതൊക്കെ ആരോട് പറയാൻ? ആന ചവിട്ടിക്കൊന്ന കടുവയും പുലിയും വലിച്ചു കീറിയ മനുഷ്യരുടെ ഓരോ തുള്ളി ചോരയിൽ നിന്നും പ്രതിഷേധത്തിന്റെ 1000 വാരിക്കുന്തങ്ങൾ ഉയർന്നെന്ന് വരാം. കഴിഞ്ഞ ഡിസംബറിൽ കോതമംഗലം കുട്ടമ്പുഴയിൽ ആന ചവിട്ടിക്കൊന്ന എൽദോസിന്റെ സഞ്ചിയിലുണ്ടായിരുന്ന നക്ഷത്രം ചുട്ടുപഴുത്ത് പലരെയും പൊള്ളിച്ചെന്ന് വരാം. മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തതെന്ന് പറഞ്ഞതാരെന്ന് കേരളത്തിലെ ഭരണക്കാർ മറക്കരുത്.